അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പുതിയ പുതിയ ദിക്റുകൾ സമൂഹത്തിൽ ചില വ്യക്തികൾ പഠിപ്പിച്ചുകൊണ്ട് വരികയാണ്. അതിലേറ്റവും രസകരമായ ഒരു ദിക്ർ ഈ ഇടയ്ക്ക് കേൾക്കാനിടയായി. ആ ദിക്ർ നമുക്ക് ആദ്യം കേൾക്കാം. എന്താ ദിക്ർ? തവളയും മക്കളും ഹാലർ, തവളയും മക്കളും ഹാലർ, തവളയും മക്കളും ഹാലർ, തവളയും മക്കളും ഹാലർ, ഇലാഹി അൻത മഖ്സൂദി. തവളയും മക്കളും ഹാലിർ എന്ന് പറഞ്ഞ് ആവർത്തിച്ചു കൊണ്ടുള്ള ഒരു ദിക്റാണ്. കേൾക്കുമ്പോൾ ഭയങ്കര രസമായി, ഒരു തമാശയായി തോന്നും. അദ്ദേഹം അതിൻ്റെ വിശദീകരണം പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം കേട്ടപ്പോൾ ചിരി വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പം ചിരിക്കൂല. അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കിയത് കൊണ്ടാ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അന്ന് എനിക്കത് മനസ്സിലായിരുന്ന, ഇന്ന് എനിക്ക് അതിന്റെ മാന മനസ്സിലാവും. ഇന്ന് ഞാൻ കേട്ട ചിരിക്കൂല. അതാണ് ഏറ്റവും വലിയ ദിക്ർ. അന്ന് ചിരിച്ചിരുന്നു, ഇന്ന് ഞാൻ ചിരിക്കൂല. കാരണം അതിൻ്റെ മാന മനസ്സിലായി, അതിൻ്റെ അർത്ഥം മനസ്സിലായി എന്നാണ് പറയുന്നത്. ഇനി എന്താ അതിൻ്റെ അർത്ഥം, അതും കൂടി കേൾക്കാം. എന്തുകൊണ്ട്? തവള എന്ന് പറഞ്ഞാൽ കണ്ടാൽ അറപ്പ് തോന്നുന്ന, തൊട്ടാൽ അറപ്പ് തോന്നുന്ന ജീവിയ തവള. വലിയ സ്വയം അള്ളാന്റെ മുന്നിൽ വിശേഷിപ്പിക്കാണ്, ഞാൻ നിന്യനാണ്, ഇതിന്റെ കുട്ടികളാണ്, ഞങ്ങൾ നിന്റെ മുന്നിൽ ദലീലാണ്. ആരോട് പറയണത്? അള്ളാഹിനോടാ പറയണത്. അതന്നെയാണ് അബ്ദിയത്ത്. രാജസ്ഥാനല്ല, അതിൽ അള്ളാഹു അക്ബർ എന്ന വാക്കുണ്ട്. ഈ വലിയവനും ഞങ്ങളിപ്പോഴും പോയി തവളന്റെ അത്രയേ ഉള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് നമ്മൾ ദിക്റിൽ നിന്ന് നമ്മൾ വലിയരാകാൻ വേണ്ടിയാ, അവര് ദിക്റിൽ നിന്ന് അവര് ചെറുതാകാൻ വേണ്ടിയാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായത് അന്നവിലായിട്ട്. അതായത് തവളയും മക്കളും ഹാലിർ എന്ന് പറഞ്ഞാൽ നമ്മൾ തവളയേക്കാൾ, അല്ലെങ്കിൽ തവള എന്നത് ഒരു നിസാരമായ ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിന്യനായിക്കൊണ്ട്, നിസാരനായിക്കൊണ്ട് റബ്ബിലേക്ക് അള്ളാഹു അക്ബർ എന്ന അർത്ഥമാണ് അതിലുള്ളത്, ധ്വനിയാണുള്ളത് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ തവളയെപ്പോലെ ഒരു ജീവിയാണോ മനുഷ്യൻ? അള്ളാഹു സുബ്ഹാനഹു തആല വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ ആദരവിൻ്റെ കാരണമെന്താ? ഇതര ജീവികളെക്കാൾ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകിയ പ്രത്യേകത എന്നത് ബുദ്ധിയാണ്. മറ്റു ജീവികൾക്ക് ബുദ്ധിയില്ല, തവളയ്ക്ക് ബുദ്ധിയില്ല, മറ്റു ഇതര ജീവികൾക്ക് ബുദ്ധിയില്ല. ആ ബുദ്ധിയില്ലാത്ത ജീവികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ ആദരവുള്ളവരാക്കി. അള്ളാഹു അൽ കരീമാണ്, അള്ളാഹു ആദരവുള്ളവനാണ്. അവൻ ആദരവ് നൽകി മനുഷ്യന്. ആ മനുഷ്യന് ആദരവ് നൽകിയ മനുഷ്യനെ തവളയോട് ഉപമിക്കുകയാണ്. തവള നിന്യനാണ്, നിസാരനാണ്. മനുഷ്യൻ അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ തവളയെപ്പോലെ നിന്യനായി, നിസാരനായി കൊണ്ട് നിൽക്കുന്നു എന്ന ഒരു ധ്വനിയിലേക്ക് അദ്ദേഹം ആ ദിക്റിനെ കൊണ്ടുപോവുകയാണ്. ഇവിടെ അർത്ഥത്തിലെ, ആശയത്തിലെ ഒരു വിഷയമല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ പ്രശ്നമായി, അല്ലെങ്കിൽ അതൊരു ഗുരുതരമായ പ്രശ്നമായി നമ്മൾ കാണുന്നത്. മറിച്ച് ഇങ്ങനെ ഒരു ദിക്ർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ദിക്ർ ചെയ്യണം, അള്ളാഹുവിനെ വാഴ്ത്തണം, പുകഴ്ത്തണം. ദിക്ർ എന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനെ വിശാലമാക്കാൻ കഴിയുന്ന, അവൻ്റെ മനസ്സിനെ തുമഅനീനത്ത് ലഭിക്കുന്ന, അള്ളാഹുവിലേക്ക് എപ്പോഴും ദിക്ർ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ലഭിക്കുന്ന, അങ്ങനെ ദിക്റിൻ്റെ മഹത്വങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കാം. അള്ളാഹു പറയാൻ. അതുപോലെ തന്നെ ദിക്റിൻ്റെ മഹത്വം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നത് വദ്കുറുല്ലാഹ കസീറൻ, നിങ്ങൾ അധികമായി കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക, ദിക്ർ ചെല്ലുക എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ, ദിക്റിനാൽ ഹൃദയം ശാന്തിയടയും എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നിരിക്കെ ദിക്ർ കൃത്യമായി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള എല്ലാ ദിക്റുകളും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകൾ മുഴുവൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ പഠിപ്പിച്ചു തന്ന ദിക്റുകൾ ധാരാളമുണ്ടായിരിക്കെ എന്തിനാണ് ഇങ്ങനെ തവളയും മക്കളും ഹാലിർ എന്ന് പറഞ്ഞുള്ള
ഒരു ഇസ്ലാമിനെ തന്നെ കളിയാക്കാൻ ചാൻസ് ഉള്ള ഇത്തരം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിക്ർ ഉണ്ടാക്കേണ്ട ആവശ്യമെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി അറിയിച്ചു തന്നിട്ടുണ്ട്. നരകത്തിലേക്ക് ആപതിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ താക്കീതുകളും നൽകിയിട്ടുണ്ട്. എന്നിരിക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞതിന് ശേഷം ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മശായിഖുമാർ അത് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അവർക്കതിൻ്റെ അർത്ഥമറിയാം. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് നമ്മളൊക്കെ ദിക്റെടുക്കുന്നത് നമ്മൾ വലിയ ആളാവാനാണ്, എന്നാൽ അവരൊക്കെ ദിക്റെടുത്തിരുന്നത് അവർ ചെറിയ ആളുകളും അള്ളാഹുവാണ് വലുത് എന്ന് ധ്വനിപ്പിക്കുവാനുമാണ് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദിക്റെടുക്കുന്നത് അള്ളാഹു മഹത്വമുള്ളവനാണ് എന്ന് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി ദിക്ർ ചെല്ലുമ്പോഴാണ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. എന്നിരിക്കെ ഈ ഒരു ദിക്ർ ഇങ്ങനെ ഇസ്ലാമിനെ തന്നെ മോശമായി ചിത്രീകരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ദിക്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ കരിവാരിത്തേക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ. ഒരു സന്ദർഭത്തിൽ കൂഫ പള്ളിയിലേക്ക് മഹാനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. ദിക്ർ അതിൻ്റെ ഹൽക്കകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചാളുകൾ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് അതിലൊരു നേതാവുണ്ട്. അവർ പറയുന്നു, കബ്ബിറു മിഅ വസബ്ബിഹു മിഅ വഹല്ലിലു മിഅ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം പറയൂ, അൽഹംദുലില്ലാ 100 പ്രാവശ്യം പറയൂ, അല്ലാഹു അക്ബർ 100 പ്രാവശ്യം പറയൂ, സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ. ഇതൊക്കെയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റായിക്കൊണ്ട് പഠിപ്പിച്ചു തന്ന വിഷയമാണ്. പക്ഷെ അത് തന്നെയും അവിടെ 100 പ്രാവശ്യം പറയൂ എന്ന് പറഞ്ഞ് പ്രത്യേകമായ ഒരു സമയത്ത് പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി കൊണ്ടിരുന്ന് അതിലൊരാൾ എടുത്തു പറഞ്ഞ് ബാക്കിയുള്ളവർ ഏറ്റുപറഞ്ഞ് അങ്ങനെയുള്ള പ്രത്യേക ശൈലിയും രൂപങ്ങളും കണ്ടപ്പോൾ മഹാനായ സ്വഹാബി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു അത് കണ്ടിട്ട് വേഗം ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് നേരെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലാണ് പോകുന്നത്. അദ്ദേഹം ഈ സംഭവം വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ടിട്ട് അവർ രണ്ടുപേരും കൂഫയിലെ ആ പള്ളിയിലേക്ക് വരുന്നുണ്ട്. വന്നതിന് ശേഷം അബൂ മുസ്അൽ അശ്അരി റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും കൂടി പള്ളിയിലേക്ക് പ്രവേശിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾക്കെന്തു പറ്റി? മാ അസ്റഅ ഹലകതകും, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞിട്ട് അധികമായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല, പാത്രങ്ങൾ ഉടഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികളായ സ്വഹാബത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ടും എത്ര പെട്ടെന്നാണ് നിങ്ങൾ ഇത്തരം ബിദ്അത്തുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നശിച്ചിരിക്കുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് താക്കീത് പറയുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലയും സുബ്ഹാനല്ലയും അല്ലാഹു അക്ബറും ഇതെല്ലാം ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് ഈ രൂപത്തിൽ അവരെ ആക്ഷേപിച്ചു? അവർ പ്രത്യേകമായ ഒരു രൂപം, പ്രത്യേകമായ എണ്ണം, പ്രത്യേകമായ ശൈലി, പ്രത്യേകമായ അതിന് ഫളിലുകൾ നൽകിക്കൊണ്ട് അതിനെ പ്രത്യേകമായ രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത മാതൃകയല്ലാത്ത രൂപത്തിൽ അവർ ആ പഠിപ്പിച്ച ദിക്റുകൾ പോലും ചെയ്തപ്പോൾ അവിടെയും വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിരിക്കെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പുതിയ ദിക്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുക? അതും ഇത്തരം മോശമായ രൂപത്തിൽ ആളുകൾ കേട്ടാൽ അറപ്പ് തോന്നുന്ന രൂപത്തിലുള്ള ദിക്റുകൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് ചൊല്ലാൻ സാധിക്കുക? അതുകൊണ്ട് ഇതൊന്നും ഇസ്ലാമല്ല. ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകയാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ